നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 94. ഉലകവുമുള്ളതുമായി കലർന്നു നിൽക്കും നില വലുതായൊരു നീതികേടിതത്രേ. അറുതിയിടാനരുതാത അവാങ്മനോഗോചരം ഇതിലെങ്ങു ചരിച്ചിടും പ്രമാണം. നമ്മളിലധികം പേരും ഉള്ളതായി കരുതുന്നത് ഉലകമാണ്. ആ സ്ഥിതിക്ക് ഉലകവും ഉള്ളതും തമ്മിൽ കലർന്നു നിൽക്കുന്നത് വലിയ നീതികേടാണെന്ന് പറഞ്ഞാൽ പലർക്കും ആ പ്രസ്താവനയിൽ എന്തോ തകരാറുള്ളതുപോലെ തോന്നും. ഉള്ളത് എന്ന് പറഞ്ഞാൽ നിരുപാധികമായി എന്നും നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഉലകമായി അറിയപ്പെടുന്നത് സാന്ദർഭികമായി ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ പ്രതീതികളുടെ സാമാന്യ സ്വരൂപമാണ്. അവിദ്യാജന്യമായ അറിവ് ലോകത്തിൽ സർവസാധാരണമാണ്. പ്രശസ്ത പാദൻ പ്രത്യക്ഷം, അനുമാനം, സ്മൃതി, അപരോക്ഷജ്ഞാനം എന്നിവയെ വിദ്യയായും സംശയം, വിപര്യം, അനധ്യവസായം, സ്വപ്നം എന്നിവയെ അവിദ്യയായും കരുതുന്നു. ന്യായ വൈശേഷികർ ഊഹത്തെ കൂടി അവിദ്യയിൽപ്പെടുത്തുന്നു. പ്രത്യക്ഷം, അനുമാനം എന്നീ പ്രമാണങ്ങൾ ആത്മസ്വരൂപം നിർണയിക്കുവാൻ സഹായിക്കുകയില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്മൃതിയെയും അപ്രകാരം തന്നെ നേരത്തെ അസാധുവാക്കിയിട്ടുണ്ട്. സംശയം മുതലായവ പ്രമാണമല്ല, ദോഷങ്ങളാണ്. അരണ്ട വെളിച്ചത്തിൽ കാണുന്നതായ രൂപം സ്തംഭമാണോ മനുഷ്യനാണോ എന്ന് സംശയിക്കുമ്പോൾ 4 സാധ്യതകൾ മുമ്പിൽ നിൽക്കുന്നു. ഇത് സ്തംഭമാണ്, ഇത് സ്തംഭമല്ല, ഇത് മനുഷ്യനാണ്, ഇത് മനുഷ്യനല്ല. ഇതിലൊന്നും സ്ഥിരീകരിക്കാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുന്നതാണ് സംശയം. സംശയം ഒട്ടും സഹായകമല്ലെന്ന് പറയേണ്ടല്ലോ. തനിയെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരപരിചിതനെ കണ്ടിട്ട് അയാൾ ഭ്രാന്തനാണോ എന്ന് സന്ദേഹിക്കുന്നു. ഭ്രാന്തില്ലെങ്കിൽ അകാരണമായി ചിരിക്കുന്നത് എന്തുകൊണ്ട്? ബാഹ്യമായ കാരണം വേണമോ ചിരിക്കാൻ? പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു ഫലിതമോർത്ത് ചിരിച്ചു പോയതുകൊണ്ട് ഭ്രാന്തനാകണമെന്നുണ്ടോ? ഇങ്ങനെ പ്രതികൂലമായ വാദങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെയുള്ള വിപര്യവും സമാധാനം തരുന്ന അറിവല്ല. എന്തോ ഉണ്ടെന്നറിയാം, എന്താണെന്നറിയാൻ പാടില്ല. ഭാര്യ സംശയിക്കുന്നു എന്നറിയാം, എന്താണ് അവർ സംശയിക്കുന്നത് എന്ന് പിടികിട്ടിയില്ല. അർബുദമുണ്ടാകുന്നത് ഏതോ കാരണത്താലാണെന്നറിയാം, എന്ത് കാരണത്താലാണ് എന്ന് പറഞ്ഞുകൂടാ. വൈറസ് രോഗം വരുത്തുന്നു എന്നറിയാം, എന്നാൽ അതൊരു ജീവിയാണോ അല്ലയോ എന്ന് നിശ്ചയമില്ല. ഇപ്രകാരമുള്ള അനധ്യവസായവും നിശ്ചയാത്മീകയായ ബുദ്ധിയെ ഉണ്ടാക്കുന്നതല്ല. ഇരുട്ടിൽ പാമ്പു പോലെ കാണപ്പെട്ടത് കണ്ടു ഭയന്നു പോയവൻ ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് അതിൻ്റെ ചലനമില്ലായ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പാമ്പായിരിക്കുകയില്ലെന്ന് ഊഹിക്കുന്നു. ഈ ഊഹം ശരിയാകാം, തെറ്റിപ്പോയെന്നും വരാം. ഊഹത്തെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ സംശയം മാറിക്കിട്ടും. എന്നാൽ ചെന്നെത്തിയ തീരുമാനം തികച്ചും അവാസ്തവമാകാം. അനങ്ങാതെ കിടക്കുന്ന പാമ്പിനെ കയറെന്ന് നിശ്ചയിച്ചുകൊണ്ട് കയറിപ്പിടിച്ചാൽ അത് കടിച്ച് മരണം സംഭവിച്ചെന്ന് വരാം.
അനേക തരത്തിലുള്ള ആളുകളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ആധുനിക സമുദായത്തിൽ പലരും അവരവരുടെ മനോഗതം പുറത്തു കാണിക്കാറില്ല. അകമേ പുകഞ്ഞു നീറുന്ന അസൂയയും വെറുപ്പും ഉണ്ടായിരിക്കവേ തന്നെ മധുരമായി സംസാരിക്കുകയും സൗഹൃദം കാണിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതേസമയം എല്ലാം മറന്നു സ്നേഹിക്കുവാനും ഏത് ത്യാഗവും ചെയ്യാനും മടിയില്ലാത്തവരുമുണ്ട്. ആ തരത്തിൽ നോക്കിയാലും സത്യവും അസത്യവും തമ്മിൽ കലർന്നിരിക്കുന്നതാണ് ജീവിതമെന്ന് പറയാം. ഇത് വലിയ നീതികേടാണെന്ന് ഗുരു പറയുന്നു. സാപേക്ഷമായ സത്യം പോലും വേണ്ടവണ്ണം അറിയുവാൻ പ്രത്യക്ഷാദി പ്രമാണങ്ങൾ സഹായകം അല്ലെന്നിരിക്കെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വിവരിക്കാനാവാത്ത ആത്മരഹസ്യം കണ്ടെത്തുവാൻ ഈ പ്രമാണങ്ങൾ അസമർത്ഥമാണെന്ന് എടുത്തു പറയേണ്ടതില്ല.